ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷെറൂസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണെങ്കിലും ബാച്ചിലേഴ്സിനാണ് നല്ലൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പം ഞാൻ ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടില്ലെങ്കിലും ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഒരു വലിയ ഉള്ളി, സവാള ഒന്ന് നല്ല സ്ലൈസായിട്ട്, ഒരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട്, ഒരു ടൊമാറ്റോ, 1-2 ചെറിയ ടൊമാറ്റോ, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതെല്ലാം നമുക്ക് എല്ലാതും കൂടി ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു 3 വിസിൽ ഇട്ടിട്ടാണ് വേവിക്കണമെങ്കിൽ ഒരു 4-5 വിസിലിൽ വേവിച്ചാൽ മതി. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ചെറുപയറും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇതിൽ ഇടണമെന്നുള്ളൂ. വേറെ മസാലകളോ ഒന്നും ഇതിലിടണില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ ഓവറായിട്ട് മഞ്ഞ വരണ്ട. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റുള്ള മസാലകളൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള സംഭവമാണ് വെളുത്തുള്ളി. നമ്മൾ ആരും ഇങ്ങനത്തെ കറിയിലൊന്നും വെളുത്തുള്ളി ഇല്ല. എന്നാൽ ഈ ഒരു 3-4 ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതാണ് ഈ ഒരു കറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഈ വെളുത്തുള്ളിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ, വല്ലാതെ കുത്തലോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഈ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതാണ് നമ്മൾ ഈ കറിയിൽ മെയിനായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ ചെറുപയർ കുതിർത്താതെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഒഴിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ, നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക. ഒരു ഗ്രേവി പോലെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഗ്യാസിൽ വെച്ച് ഒരു 3 വിസിൽ അടിക്കേണ്ടത് നമ്മൾ കുതിർത്താത്തത് കാരണം ഒരു 4-5 വിസിലടിച്ച് ഒരു 10 മിനിറ്റ് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഊരിയാൽ ടോപ്പ് മാറ്റിയെടുത്താൽ നമുക്ക് നല്ല കറക്റ്റ് വേവാവും കേട്ടോ. ചില ചെറുപയറിന് വേവുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെയും അടിക്കണമെങ്കിൽ ഒന്നുകൂടി 1-2 വിസിലടിച്ചുകൊണ്ട് ഓഫ് ചെയ്താൽ കറക്റ്റ് വേവാവും. എന്നിട്ട് നമുക്കതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് കടുക് വറുത്തൊഴിക്കുക. അതല്ല, ചില ഭാഗത്ത് നമുക്ക് ഉള്ളിയാണ്, ചെറിയ ഉള്ളി നമുക്ക് തൂമിച്ചെടുക്കാം. ഇപ്പം ഞാൻ കടുകാണ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതാണ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഒരു ഉരുളൻകിഴങ്ങും ചെറുപയറൊക്കെ നമുക്ക് വേവാത്ത പോലെ തോന്നും, പക്ഷേ നല്ല വെന്തരം ആ ചെറുപയർ ഉരുളൻകിഴങ്ങ് ഒന്നായിട്ട് ഉടച്ചു കൊടുത്താൽ നല്ല ഗ്രേവി പോലെയുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള നല്ല കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ പറ്റുന്ന ഒരു കറി കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ നല്ലൊന്ന് ഉടച്ച് നല്ല ഗ്രേവി പോലെ ആക്കാം. എന്നാൽ കൂടുതൽ ഗ്രേവി വേണ്ട വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുത്തിട്ടില്ല. നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവി പോലെ ആവും. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായ കാരണം കുറച്ച് ഒരു ഇതിലാണ് ഉടച്ചിട്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ആ വെളുത്തുള്ളിൻ്റെയും അവർക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. കൂടുതൽ ഫ്ലേവർ ഇല്ലാതെ നല്ല ടേസ്റ്റുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇതുപോലുള്ള പുതിയ റെസിപ്പികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.